Can I come? Could I come? May I come? Should I come? Let me come? Shall I come? സോ ഇതെല്ലാം ഈ സെൻറ്റൻസസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കറക്റ്റായിട്ട് പഠിച്ചാലോ. സോ ക്യാൻ ഐ കം എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഞാൻ വന്നോട്ടെ എന്നാണ്, ഞാൻ വന്നോട്ടെ. സോ ഇവിടെ ഞാൻ വന്നോട്ടെ എന്നാണ് പറയുന്നതെങ്കിലും നമ്മളിതൊരു കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഫ്രേസാണ്. അതായത് നമ്മൾ കൂടുതൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരുടെ അടുത്ത്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അടുത്ത് ക്യാൻ ഐ കം, ഞാൻ വന്നോട്ടെ എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു റിക്വസ്റ്റ് പോലെയാണ് ഞാൻ ചോദിക്കുന്നതെങ്കിലും കുറച്ചുകൂടെ കാഷ്വൽ ആയിട്ടുള്ളൊരു യൂസേജ് ആണ്. ഇനി കുഡ് ഐ കം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വന്നോട്ടെ എന്നാണ് ചോദിക്കുന്നതെങ്കിലും കുറച്ചുകൂടെ ഡൗട്ട്ഫുൾ ആണ് നമ്മൾ ചോദിക്കുമ്പോൾ, എനിക്ക് വരാൻ പറ്റുമോ, അങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആണ്. പിന്നെ കുറച്ചുകൂടെ എന്താ പൊളൈറ്റാണ്, ഫോമലാണ്. എന്ന് വെച്ചാൽ ഓഫീസിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി കുറഞ്ഞ സാഹചര്യത്തിൽ എനിക്ക് വരാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതിലും ഫോമലായിട്ട് കുറച്ചുകൂടി പൊളൈറ്റായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കുഡ് ഐ കം എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുന്നത്. ഇനി മേ ഐ കം എന്ന് പറയുമ്പോൾ ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്, നമ്മൾ പെർമിഷൻ ചോദിക്കുകയാണ്. പെർമിഷനാണ്. പെർമിഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ അനുവാദം ചോദിക്കുകയാണ്. അനുവാദം നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ കുട്ടികൾ കയറുന്നതിന് മുമ്പേ ഇതാണ് യൂസ് ചെയ്യുക, മേ ഐ കം. അപ്പോൾ നമ്മൾ അനുവാദം ചോദിക്കുമ്പോഴാണ് മേ ഐ കം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മേ ഐ കം ഇൻ, മേ ഐ ടേക്ക് ദിസ്, മേ ഐ ഗോ, മേ ഐ ലീവ്. ഇതൊക്കെ നമ്മൾ എന്താ അനുവാദം ചോദിക്കണം. വളരെ ഒഫീഷ്യലാണ്, പൊളൈറ്റാണ്. ഓക്കെ, നമ്മൾ സ്കൂള്, അതുപോലെ തന്നെ ഓഫീസസ്, അത് നമ്മൾ സീനിയേഴ്സിനോട് സംസാരിക്കുമ്പോൾ, ഓഫീസിൽ തന്നെ നമ്മൾ സീനിയറിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സംസാരിക്കുക. ഇനി ഷുഡ് ഐ കം, ഇതെന്താ, ഞാൻ വരണോ, ഒരഭിപ്രായം ചോദിക്കുകയാണ്. എന്താണ് അഭിപ്രായം? അഭിപ്രായം ചോദിക്കുമ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഒരു ഒപ്പീനിയൻ ചോദിക്കണം, ഞാൻ വരണോ, അതിൻ്റെ ആവശ്യമുണ്ടോ. സോ ഷുഡ് ഐ കം, ഞാൻ വരണോ. ഇനി ലെറ്റ് മീ കം, ഞാൻ വന്നോട്ടെ എന്ന് വെച്ചാൽ അത് നമ്മൾ പറയുകയാണ്, എന്നെ സമ്മതിക്കൂ, അനുവാദം തരൂ എന്നുള്ള രീതിയിൽ. അനുവാദം തരൂ അല്ലെങ്കിൽ സമ്മതിക്കൂ എന്നുള്ള രീതിയിലാണ് പറയുക. ഞാൻ വരട്ടെ എന്നുള്ള രീതിയിൽ. ചോദ്യമല്ല, ഇറ്റ്സ് മോർ ഓഫ് എ സെൻറ്റൻസ്. ലെറ്റ് മീ കം, ഞാൻ വരട്ടെ, അതെനിക്ക് സമ്മതിക്കൂ എന്ന് പറയുകയാണ്. നമ്മൾ ചോദിക്കുകയല്ല, പറയുകയാണ്. ഇനി ഷാൽ ഐ കം, എന്താണ്, ഞാൻ വന്നോട്ടെ. അപ്പം ഈ ഷാൽ ഐ കമ്മും മേ ഐ കമ്മും എന്താണ്, ഏകദേശം ഒന്നാണ്, ഇൻ്റർചേഞ്ചബിൾ ആണ്. ഷാൽ ഐ കം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു അനുവാദം ചോദിക്കുകയാണ്. അനുവാദം ചോദിക്കുമ്പോൾ വളരെ എന്തായിട്ട്, പൊളൈറ്റായിട്ട്, വളരെ ഫോമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസാണിത് ഷാൽ ഐ കം എന്നുള്ളത്. സോ എന്തൊക്കെയാണ്, ക്യാൻ ഐ കം കാഷ്വൽ ആയിട്ട് ചോദിക്കുകയാണ്. കുഡ് ഐ കം വരാൻ പറ്റുമോ, സാധ്യത കുറവാണ്, നമ്മൾ മടിച്ച് ഡൗട്ട്ഫുൾ ആയിട്ട് ചോദിക്കുകയാണ്, എനിക്കും കൂടി വരാൻ പറ്റുമോ, അങ്ങനത്തെ രീതിയിൽ. ഇനി മേ ഐ കം എന്ന് പറയുമ്പോൾ നമ്മൾ പെർമിഷൻ ചോദിക്കുകയാണ്, വന്നോട്ടെ. ഇനി ഷുഡ് ഐ കം, വരണോ, നമ്മളൊരു അഭിപ്രായം ചോദിക്കുകയാണ്. ലെറ്റ് മീ കം, ഞാൻ വരട്ടെ എന്ന് നമ്മൾ പറയുകയാണ്, ആരോടും ചോദിക്കുകയല്ല, നമ്മൾ പറയുകയാണ് നമ്മൾ വരട്ടെ എന്നുള്ളത്. ഇനി ഷാൽ ഐ കം എഗെയിൻ, മേ ഐ കം പോലെ നമ്മൾ അനുവാദം ചോദിക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഫ്രേസസ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാം, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം, ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ signing off from English Mitra. Thank you and have a wonderful day. English Mitra. Stop worrying, start learning.